ഹായ്, നമസ്കാരം. ഞാൻ അസ്ലം പുല്ലേപ്പടിയാണ്. സിനിമ ജീവകാരുണ്യ പ്രവർത്തകനാണ്. ഞാൻ ചെറിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ പറ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 1990 കാലഘട്ടത്തിൽ ഞാനും എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങന്മാരൊക്കെ അടങ്ങുന്ന ചെറിയൊരു കുടുംബം. ഞങ്ങൾ കാസർഗോഡാണ് ഞാൻ ജനിച്ചത്. കണ്ണൂർ പോകുന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും ലോഡ്ജിൽ റൂം എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ റൂം എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ DCC ഓഫീസ്, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്, ആ DCC ഓഫീസിലായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങാറ്. കണ്ണൂർ DCC ഓഫീസ് നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇന്നും ആർക്കും എവിടെയും എപ്പോഴും കയറി ചെല്ലാം. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഓരോ ഓഫീസുകളും നാം കാണുന്നത്. അന്ന് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ പല ആളുകളും വന്ന് പോകാറുണ്ട്, പലരും ഉണ്ട്. ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി അവിടെ ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതാണ് പ്രസ്ഥാനം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതാണ്. ഫാമിലി ആയിട്ടാണ് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ പെങ്ങന്മാർ, ഞാൻ, എല്ലാവരും. ഞങ്ങൾ കണ്ണൂർ എന്താവശ്യത്തിന് പോയാലും അവിടെ കിടന്നുറങ്ങും. വാപ്പയും ഞാനും പോയാൽ മാത്രവും ആയിരുന്നാലും ഞങ്ങൾ അവിടെ കിടക്കാറ്. വാപ്പ ഒറ്റയ്ക്ക് പോയാലും പറയാറുണ്ട് അവിടെ കിടക്കാറ്. ഇത് റൂം എടുക്കേണ്ട ആവശ്യമില്ല. കണ്ണൂർ DCC ഓഫീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അങ്ങനെയാണ്. നമുക്കൊരു സേഫ്റ്റി തരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും. അടുത്തതായിട്ട് വേറൊന്നും കൂടി ഞാൻ പറയാം. മഹാരാജാസിൽ എൻ്റെ പെങ്ങൾ KSUവിൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ മത്സരിച്ചു. എന്നോട് ചോദിച്ചു, KSUവിൽ പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമുണ്ടോ മഹാരാജാസിൽ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അതൊരു സേഫ്റ്റിയാണ്. KSU എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര ചെറിയ കുട്ടികളായിരുന്നാലും എത്ര വലിയ മുതിർന്നവരായിരുന്നാലും, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഒരു സേഫ്റ്റി നമുക്ക് കോൺഗ്രസ് തരുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യൻ ജനതയ്ക്കും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടങ്ങുന്ന, അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ സാറടക്കമുള്ള, സതീശേട്ടൻ അടക്കമുള്ള ആളുകൾ, IB ഈഡൻ, അങ്ങനെ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ കീഴിൽ, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ UDFും, ഇന്ത്യയിലാണെങ്കിൽ UPA, ഇന്ത്യ സഖ്യം, അങ്ങനെ വരുന്ന ആ പ്രസ്ഥാനം വളരെ ഒരു സേഫ്റ്റിയാണ്. ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ ഒരു സേഫ്റ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. താങ്ക് യു. ജയ് ഹിന്ദ്.